അക്ഷരച്ചെപ്പുകൾ അഗ്നിയിൽ ചാലിച്ച മലയാള ഭാഷയ്ക്ക് വന്ദനം. മാതൃഭാഷയ്ക്ക് വന്ദനം. അക്ഷരച്ചെപ്പുകൾ അഗ്നിയിൽ ചാലിച്ച മലയാള ഭാഷയ്ക്ക് വന്ദനം. മാതൃഭാഷയ്ക്ക് വന്ദനം. മഴയുണ്ട്, വെയിലുണ്ട്, മഞ്ഞിൻ കുളിരുണ്ട്, മണ്ണിന്റെ മണമുള്ള നെൽവയൽ കാറ്റുണ്ട്. മഴയുണ്ട്, വെയിലുണ്ട്, മഞ്ഞിൻ കുളിരുണ്ട്, മണ്ണിന്റെ മണമുള്ള നെൽവയൽ കാറ്റുണ്ട്. അറിവിന്റെ നാമ്പുകൾ മുള പൊട്ടി വിടരുന്ന പ്രവേശനോത്സവ കൗതുക പുഷ്പങ്ങൾ. പ്രവേശനോത്സവ കൗതുക പുഷ്പങ്ങൾ. അക്ഷരച്ചെപ്പുകൾ അഗ്നിയിൽ ചാലിച്ച മലയാള ഭാഷയ്ക്ക് വന്ദനം. മാതൃഭാഷയ്ക്ക് വന്ദനം. കിളിപ്പാട്ട് പാടിയ തുഞ്ചന്റെ മണ്ണിലെ മുകുളങ്ങളിവിടെ ഇന്നക്ഷരദാഹമായി. കിളിപ്പാട്ട് പാടിയ തുഞ്ചന്റെ മണ്ണിലെ മുകുളങ്ങളിവിടെ ഇന്നക്ഷരദാഹമായി. ബന്ധനം തീർക്കില്ല ഒരു മഹാമാരിയും ഒരുമയായൊഴുകുന്ന ഭാഷതന്നരുവിയിൽ. ഒരുമയായൊഴുകുന്ന ഭാഷതന്നരുവിയിൽ. അക്ഷരച്ചെപ്പുകൾ അഗ്നിയിൽ ചാലിച്ച മലയാള ഭാഷയ്ക്ക് വന്ദനം. മാതൃഭാഷയ്ക്ക് വന്ദനം. അക്ഷരച്ചെപ്പുകൾ അഗ്നിയിൽ ചാലിച്ച മലയാള ഭാഷയ്ക്ക് വന്ദനം. മാതൃഭാഷയ്ക്ക് വന്ദനം.
Streaming worldwide at KEXP.com. നമസ്കാരം. എവിടെയെല്ലാം മലയാളി അവിടെയൊക്കെ മലയാളം എന്ന ആപ്തവാക്യവുമായാണ് സംസ്ഥാന സർക്കാരിൻ്റെ മലയാളം മിഷൻ പ്രവർത്തിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി, പുതിയ തലമുറയ്ക്കായി മാതൃഭാഷയോട് അവരെ ചേർത്ത് നിർത്തുവാനും നമ്മുടെ ഭാഷയുടെ സംസ്കാരവും പൈതൃകവും സൗന്ദര്യവും ഒക്കെ അവരിലേക്ക് പകർന്നു നൽകി നല്ലൊരു തലമുറയാക്കി വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മലയാളം മിഷൻ പ്രവർത്തനം നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിലാണ്. കോവിഡ് എന്ന മഹാമാരിയോട് ലോകം മുഴുവൻ പൊരുതുകയാണ്. നമ്മളൊക്കെ ലോക്ക്ഡൗണായി വീടുകളിൽ തന്നെ. ഈ അവസരത്തിൽ പ്രവേശനോത്സവം എല്ലാ വർഷത്തെ പോലെ നടത്തണമെന്ന് തന്നെയായിരുന്നു മലയാളം മിഷൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെർച്വലായി പ്രവേശനോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ വർണ്ണശബളമായി വലിയ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് വിവിധ മേഖലകളുടെ ആഭിമുഖ്യത്തിൽ മുംബൈ ചാപ്റ്ററിൻ്റെ കീഴിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഓരോ മേഖലകളിലാണ് നടത്തപ്പെട്ടതെങ്കിൽ നമുക്ക് എല്ലാ മേഖലകളിലെയും പരിപാടികൾ കാണാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നിമിഷം മുതൽ ഇന്ന് രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രവേശനോത്സവത്തിൽ മഹാരാഷ്ട്രയിലെ വിവിധ മേഖലകളുടെ കലാപരിപാടികൾ ഒന്നിച്ചണിനിരക്കുന്നു. അതെല്ലാവർക്കും കാണുവാനും ആസ്വദിക്കാനും ഉള്ള അവസരമുണ്ട് എന്നത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. വെർച്വലായി പ്രവേശനോത്സവം മലയാളം മിഷൻ നടത്തുകയാണ്. ഇതിൽ മലയാളം മിഷൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് നിസ്വാർത്ഥരായിട്ടുള്ള അധ്യാപകരെ തന്നെയാണ്, മിഷൻ പ്രവർത്തകരെയാണ്. യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ നിസ്വാർത്ഥരായി പുതിയ തലമുറയ്ക്ക് അവരുടെ നമ്മുടെ ഭാഷയുടെ സംസ്കാരവും പൈതൃകവും പകർന്നു നൽകാവുന്ന ഉദ്ദേശത്തോടു കൂടി അവർ പ്രവർത്തിക്കുന്നു. നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്രയിലെ മുഴുവൻ മിഷൻ അധ്യാപകരെയും മിഷൻ പ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് 2020 വെർച്വൽ പ്രവേശനോത്സവത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കൃത്യം 10:30 തന്നെ നവി മുംബൈ മേഖലയുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ അണിനിരക്കുന്ന പരിപാടികൾ ആരംഭിക്കും. നമ്മുടെ പുതിയ തലമുറയുടെ സർഗ്ഗവാസനകളെ തൊട്ടുണർത്തുന്ന വിവിധ പരിപാടികൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവരൊക്കെ ലൈവിൽ ജോയിൻ ചെയ്ത് അവതരിപ്പിക്കുന്നത്. ഏറ്റവും അവർക്ക് സപ്പോർട്ട് വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ്. പിന്തുണ എന്ന് പറയുമ്പം ഈ പരിപാടി മുഴുവൻ ആസ്വദിക്കുക, വീക്ഷിക്കുക എന്ന് തന്നെയാണ്. അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അവരുടെ പരിപാടികൾ കാണുക നമ്മുടെ തന്നെ കുരുന്നുകളാണ്. അവരുടെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താം. മലയാളം മിഷൻ്റെ തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ മുംബൈ ചാപ്റ്ററിൻ്റെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഈ പരിപാടി നിങ്ങൾക്ക് ലൈവായിട്ട് വീക്ഷിക്കാം. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞുള്ള 10:30 മുതൽ 12 മണി വരെ നവി മുംബൈ മേഖലയും, 12 മുതൽ 1 മണി വരെ മുംബ്ര ബദലാപൂർ മേഖലയും, 1 മണി മുതൽ 2 വരെ കൊങ്കൺ മേഖലയും, 2 മുതൽ 3 വരെ താന മേഖലയും, 3 മുതൽ 4 വരെ സാക്കിനക്ക പവായ് ഈസ്റ്റേൺ മേഖലയുടെയും പരിപാടികൾ നടക്കും. 4 മുതൽ 5 വരെ ബാന്ദ്ര മുതൽ ദഹിസർ വരെയുള്ള മേഖല
മേഖലയുടെ പരിപാടിയാണ്. 5 മുതൽ 6 വരെ കൊളാബ മുതൽ മാൻകൂട് വരെയുള്ള പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ആസ്വദിക്കാം. 6 മുതൽ 7 വരെ നാസിക് മേഖലയുടെയും 7 മുതൽ 8 വരെ മീരാ ബൈന്ദർ മുതൽ പാൽഘർ വരെയുള്ള മിഷൻ പ്രവർത്തകരെയും വിദ്യാർത്ഥികളുടെയും പരിപാടികളാണ്. അതിനുശേഷം 8:05 കൂടി മുംബൈ ചാപ്റ്ററിൻ്റെ പ്രിയപ്പെട്ട മിഷൻ സെക്രട്ടറി രാമചന്ദ്രൻ മഞ്ചരപ്പത്ത് ഔപചാരികമായി നന്ദി പറയുന്നതോടുകൂടി നമ്മുടെ പ്രവേശനോത്സവം 2020 പരിസമാപ്തി കുറിക്കും. ഇപ്പോൾ ഔപചാരികമായി ഇന്നത്തെ പ്രവേശനോത്സവത്തിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിൻ്റെ അധ്യക്ഷൻ നോവലിസ്റ്റ് ബാലകൃഷ്ണൻ സാറാണ്. മുംബൈ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, സൗമ്യനായ മിഷൻ പ്രവർത്തകൻ നമ്മുടെ അധ്യക്ഷൻ ബാലകൃഷ്ണൻ സാറാണ് സ്വാഗതം ആശംസിക്കുന്നത്. അതിനുശേഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളം മിഷൻ്റെ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജാണ്. എവിടെയെല്ലാം മലയാളി അവിടെയൊക്കെ മലയാളം എന്ന ആപ്തവാക്യത്തെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് നമ്മുടെ മലയാളം മിഷന് കിട്ടിയിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും മലയാളം മിഷൻ പടർന്ന് പന്തലിക്കുന്നു. അവരുടെ നിസ്വാർത്ഥമായ ഈ വലിയ അക്ഷീണമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മലയാളം മിഷന് ഇത്രമാത്രം കരുത്തുറ്റ രീതിയിൽ ഒരുപാട് പുതിയ തലമുറയിലേക്ക് നമ്മുടെ മാതൃഭാഷയെ എത്തിക്കുന്നതിന് സാധിക്കുന്നത്. ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഭാഷ തന്നെയാണ് മാതൃഭാഷ. ആ മാതൃഭാഷയെ മലയാളി ഉള്ളിടത്തെല്ലാം എത്തിക്കുക എന്നത് തന്നെയാണ് മിഷൻ പ്രവർത്തകരുടെ ലക്ഷ്യം. അതിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർ സുജ സൂസൻ ജോർജ് തിരുവനന്തപുരത്തു നിന്നും ലൈവിൽ ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തും. അതിനുശേഷം വിവിധ മേഖലകളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർഗ്ഗവാസനകളെ തൊട്ടുണർത്തുന്ന പരിപാടികളാണ്. എല്ലാവരും ആത്യന്തികം ഇത് വീക്ഷിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി മലയാളം മിഷൻ്റെ അധ്യക്ഷൻ നോവലിസ്റ്റ് ബാലകൃഷ്ണ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, അഭൂതപൂർവമായ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ കേരളം. കോവിഡ് മഹാമാരിയും പ്രളയവും ഉരുൾപൊട്ടലും മഴക്കെടുതികളും വിമാനാപകടവും അനേകം ജീവനുകളെ ചീന്തിയെടുത്തു. പകരം വയ്ക്കാനാവാത്ത ആ ജീവിതങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിൻ്റെ 10ാം പ്രവേശനോത്സവം ആരംഭിക്കുന്നത്. മലയാള ഭാഷാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും പഠനം തുടരുന്നവർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മലയാളം മിഷൻ പ്രവർത്തകർക്കും മറ്റു സംഘടനാ ഭാരവാഹികൾക്കും ഈ പ്രവേശനോത്സവത്തിലേക്ക് ഹാർദമായ സ്വാഗതം. മുംബൈ മലയാളം മിഷൻ മഹാനഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു ദശവർഷം പൂർത്തിയാവുന്നു. ഇക്കൊല്ലത്തെ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിക്കണമെന്ന് മുംബൈ ചാപ്റ്റർ ഭാരവാഹികളും വിദ്യാർത്ഥികളും അധ്യാപകരും ഏകമനസ്സോടെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രൂക്ഷമായ രോഗവ്യാപനം സഞ്ചാര സ്വാതന്ത്ര്യവും ഒത്തുചേരലും നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ ലഭ്യമായ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രവേശനോത്സവം നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായി. മുംബൈ മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററായി പുനഃസംഘടിപ്പിച്ചപ്പോൾ പ്രവർത്തന സൗകര്യത്തിനു വേണ്ടി 9 മേഖലകളായി തിരിക്കുകയുണ്ടായി. ഓരോ മേഖലയും പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വയം പര്യാപ്തമാണ്. മുംബൈ ചാപ്റ്ററിൻ്റെ എല്ലാ പഠന കേന്ദ്രങ്ങളിലുമായി 7000-ഓളം വിദ്യാർത്ഥികൾ മലയാളം പഠിക്കുന്നു. അവരെ പഠിപ്പിക്കാൻ ബദ്ധശ്രദ്ധരായ 300-ഓളം നിസ്വാർത്ഥരായ അധ്യാപകർ. കണിക്കൊന്നയും സൂര്യകാന്തിയും ആമ്പലും കഴിഞ്ഞ് കുട്ടികളുടെ പഠനം പദ്ധതിയുടെ അവസാന ഘട്ടമായ നീലക്കുറിഞ്ഞിയിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ മാതൃഭാഷ സ്വന്തമാക്കിയ ഒരു തലമുറ ഈ മഹാനഗരത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് മലയാള ഭാഷയ്ക്ക് അഭിമാനിക്കാവുന്നതാണ്. മലയാളം മരിക്കില്ല എന്ന് ഈ തലമുറ നമുക്കുറപ്പു തരുന്നു. ഇന്ത്യക്ക് പുറത്ത് 30-ലധികം രാജ്യങ്ങളിലെ കേരളീയരായ കുട്ടികൾ സാങ്കേതിക രീതിയിൽ മലയാളത്തിൻ്റെ മധുരവും പരിമളവും ആസ്വദിക്കുമ്പോൾ ആ സൗകര്യം ഈ നഗരത്തിലെ കുട്ടികൾക്കും ലഭ്യമാകണമെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ഇന്നത്തെ പ്രവേശനോത്സവം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി
അഹോരാത്രം പ്രയത്നിച്ചവരുടെ പട്ടിക നീണ്ടതാണ്. അവരോടുള്ള കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. മുംബൈ ചാപ്റ്ററിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ബഹുമാന്യയായ മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ്, രജിസ്ട്രാർ ശ്രീ എം സേതുമാധവൻ, ഡോക്ടർ MT ശശി എന്നിവരെ പ്രവേശനോത്സവത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജിനോട് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു ദിവസമായി എനിക്ക് ഈ ദിവസത്തെ തോന്നുകയാണ്. ഇന്നലെ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 74ാമത് സ്വാതന്ത്ര്യ ദിനം. നാളെ ചിങ്ങപ്പുലരിയാണ്. നമ്മുടെ ഓണം, മനോഹരമായ ഓണം, നമ്മുടെ ഓർമ്മകളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന, നാളെയുടെ പ്രത്യാശകളെ തരുന്ന ഓണം പുലരുന്ന ദിവസം കൂടിയാണ് നാളെ. ഈ സുന്ദരമായ പ്രഭാതത്തിൽ മുംബൈയിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മലയാളം മിഷന്റെ ഭാഗമാക്കുന്ന ദിവസമാണിന്ന്. ബഹുമാന്യനായ ബാലകൃഷ്ണൻ സാറുണ്ട്, മുംബൈ ചാപ്റ്ററിന്റെ സെക്രട്ടറി ഉണ്ട്, എൻ്റെ പ്രിയങ്കരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കളുണ്ട്, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുണ്ട്, മുംബൈയിലെ മലയാളികളായിട്ടുള്ളവരും അല്ലാത്തവരുമായ മലയാളം മിഷനെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നല്ല ഒരു സുന്ദരമായ പ്രഭാതം, സുന്ദരമായ ദിനത്തിന് ആശംസകൾ നൽകുന്നു. സുഗതകുമാരി ടീച്ചർ മലയാളം മിഷന്റെ ഭരണസമിതി അംഗമാണ്. ടീച്ചറിന്റെ ഒരു കവിത ആണ് ഞാൻ ഈ കൊറോണ കാലത്ത് ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, ഒരു പുതുമഴ കാണുക വരൾച്ച മറക്കും, പാൽപുഞ്ചിരി കാണുക മൃതിയെ മറന്നു ലയിച്ചേ പോകും, പാവം മാനവ ഹൃദയം. നോക്കൂ, ഇത് ഇവിടെ ഉദ്ധരിക്കാൻ കാരണം 21ാം നൂറ്റാണ്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിലൂടെ, അനിശ്ചിതാവസ്ഥയിലൂടെ, ഒരു മഹാമാരിയുടെ അന്തരീക്ഷത്തിൽ തന്നെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോഴും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഈ പാൽപുഞ്ചിരി നമ്മുടെ മുമ്പിൽ ഈ ദിവസം മുഴുവനും നമ്മുടെ മുമ്പിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും എത്തുന്ന പാൽപുഞ്ചിരി കാണുക, ആഹ്ലാദം കാണുക, അവരുടെ കലകൾ കാണുക, അവരുടെ വർത്തമാനം കാണുക, നമുക്ക് നാളേക്ക് ഉള്ളത് നിറഞ്ഞു വരും, നിറഞ്ഞു പുലർന്നു വരും, പൊലിപ്പായിരിക്കും അത്. മലയാളം മിഷനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. മാർച്ച് 3ാം വാരമാവുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങളുമായി മലയാളം പഠിപ്പിച്ച് മുന്നോട്ട് പോവുക, അവരെ കൂട്ടിച്ചേർത്ത് നിർത്തുക എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ലോകത്തെമ്പാടുമുള്ള, ഇപ്പൊ 37 രാജ്യങ്ങളിൽ മലയാളം മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള നമ്മുടെ പ്രവാസി മലയാളികൾ നൽകിയ ഒരു ഊർജമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളെ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഒരു തട്ടും തടവുമില്ലാതെ, മറിച്ച് കുറെ കൂടി ഊർജ്ജസ്വലമായി, കുറെ കൂടി വിപുലീകരിക്കപ്പെട്ട് മലയാളം മിഷൻ മുന്നോട്ട് പോകുന്നത്. ലോകത്തെ എല്ലായിടത്തുമുള്ള മലയാളം മിഷൻ ചാപ്റ്ററുകളിൽ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം കഴിഞ്ഞു. മുംബൈ ചാപ്റ്റർ മലയാളം മിഷനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അഭിമാനം നൽകുന്ന ചാപ്റ്ററാണ്. അവിടുത്തെ മലയാളികളുടെ നിസ്വാർത്ഥമായ ആ പ്രവർത്തനം മലയാളം മിഷന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഓർമ്മിക്കാനുള്ള ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം വർത്തമാനങ്ങളിലേക്ക് പോകുന്നില്ല. പലതരം വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ചാപ്റ്ററുമാണ് മലയാളം മിഷന്റെ മുംബൈ ചാപ്റ്റർ. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ എല്ലാവർക്കും ശക്തി നൽകിയത് നമ്മുടെ മാതൃഭാഷയോടുള്ള സ്നേഹമാണ്. ഈ ആ സ്നേഹം എന്നുള്ളത് ഞാൻ കുറെ കൂടി കൂട്ടി പറയാണ്, പ്രണയമാണ്, അഗാധമായ പ്രണയമാണ് മലയാളം മിഷൻ പ്രവർത്തകരെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നെൽസൺ മണ്ടേലയുടെ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തിയോട് ആ വ്യക്തിക്ക് അറിയുന്ന ഒരു ഭാഷയിൽ സംസാരിച്ചാൽ ആ വ്യക്തിയുടെ മസ്തിഷ്കത്തിലേക്ക് അത് ആ ആശയം കടന്നു ചെല്ലും. നിങ്ങൾ ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ മാതൃഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഹൃദയത്തെ കീഴടക്കും. നമുക്ക് ഹൃദയത്തെ കീഴടക്കാനുള്ള ഒരു ഭാഷയാണ് മാതൃഭാഷ.
മാധവിക്കുട്ടി പറയുന്നത് പോലെ 3 ഭാഷയിൽ ഞാൻ സംസാരിക്കും, 2 ഭാഷയിൽ ഞാൻ എഴുതും, 1 ഭാഷയിൽ ഞാൻ കിനാവ് കാണും, സ്വപ്നം കാണും. ഈ സ്വപ്നം കാണാൻ കഴിവുള്ള, ഹൃദയത്തെ വികാരം കൊണ്ട് കീഴടക്കാൻ കഴിവുള്ള ഒരു മനോഹരമായ ഭാഷ നമുക്കുള്ളപ്പോൾ അത് നമ്മുടെ അടുത്ത തലമുറയ്ക്കായി പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാണ്. അതാണ് മലയാള മിഷന്റെ നേതൃത്വത്തിൽ, കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അത് ഏറ്റെടുക്കാൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വളരെ ഊർജ്ജസ്വലരായി സ്നേഹസമ്പന്നതയോടുകൂടി കടന്നു വരുന്ന ഒരു മനോഹരമായ ഒരു കാലം കൂടിയാണിത്. ഈ വലിയ കൂട്ടായ്മയിലേക്ക്, മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് മലയാള മിഷനെ വിശദീകരിക്കേണ്ടി വരും. ആ വലിയ കൂട്ടായ്മയിലേക്ക് ഈ കുഞ്ഞുങ്ങളെയും, കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക അവരുടെ കുടുംബങ്ങളെയും ആ കുടുംബങ്ങളുടെ സുഹൃത്തുക്കളെയും എല്ലാമാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ മലയാളം മിഷന് കൊണ്ടൊരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇതാണ്. അത് മാതൃഭാഷയുടെ രാഷ്ട്രീയമാണ്. അതിന് ജാതിയില്ല, മതമില്ല, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുടെ നിറമില്ല. മറിച്ച് ഇതിനെല്ലാം ഉപരിയായിട്ട് ടാഗോർ സ്വപ്നം കണ്ട ഒരു ലോകമുണ്ട്. എല്ലാ വിഭജന ഭിത്തികളെയും ഇല്ലാതാക്കിക്കൊണ്ട് സുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ച്, സ്വച്ഛന്തവും സ്വതന്ത്രവുമായ ഒരു ലോകത്തെക്കുറിച്ച്, ആ ലോകം പുലരുന്ന നാളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതൃഭാഷയുടെ അടിയുറപ്പിൽ നിൽക്കാൻ കഴിയണം. ഞങ്ങൾക്കുമുണ്ട് ഒരു മാതൃഭാഷ, വളരെ മനോഹരവും സുന്ദരവും സാഹിത്യ സമ്പന്നവും സംസ്കാര സമ്പന്നവുമായ ഒരു മാതൃഭാഷ ഞങ്ങൾക്കുണ്ട് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമാനിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം കൈകോർത്ത് ഈ കുഞ്ഞുങ്ങളെ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി തലമുറകൾ തമ്മിൽ കൊടുത്തു വരുന്ന, കൈമാറുന്ന ആ അമൂല്യ സ്വത്ത് ചുമലിലേറ്റുന്നവരായി, തലച്ചോറിലേറ്റുന്നവരായി, ഹൃദയത്തിലേറ്റുന്നവരായി അവരെ നമുക്ക് നാളെയുടെ ലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ദിവസത്തിന്റെ ഈ പ്രവേശനോത്സവത്തെ നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. മുംബൈ ചാപ്റ്ററിൻ്റെ പ്രവേശനോത്സവമാണ്. അക്ഷരത്തിലേക്ക്, മാതൃഭാഷയിലേക്ക്, മലയാളത്തിലേക്ക് പ്രവേശനം. അപ്പോൾ ഈ മലയാള പ്രവേശ സന്ദർഭത്തിൽ കുട്ടികൾക്ക് എല്ലാവിധത്തിലുമുള്ള അക്ഷര ശ്രേയസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും ഒരു സന്ദർഭം കിട്ടിയല്ലോ. അതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് പ്രകാശിപ്പിക്കുന്നു. മാതൃഭാഷയെക്കുറിച്ച് ഒരുപാട് തരത്തിൽ ഒരുപാട് പേര് പലതും പറയുന്നു. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കുട്ടിക്ക് അവൻ്റെ സ്വന്തം ഭാഷ ആദ്യം കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, പിന്നെ വീട്ടിൽ നിന്ന്, പിന്നെ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന്. ഇതിൽ അമ്മയിൽ നിന്ന് കിട്ടുന്നതൊഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ കുറവാണ്. കൂട്ടുകാരിൽ നിന്നും നാട്ടിൽ മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ടുന്ന മാതൃഭാഷാ ബോധം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക്, മലയാളികൾക്ക്, അതുപോലുള്ള മറ്റു ദേശങ്ങളിലുമുള്ള അന്യദേശത്തിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായ കുറവ് ഉണ്ട്. മാതൃഭാഷ എന്നത് ഒരു കുട്ടിയുടെ ജീവകോശത്തിലെ അടിസ്ഥാന ഭാഷയാണ്. ആ അടിസ്ഥാന ഭാഷയെ ഉദ്ദീപിപ്പിക്കുന്നതിൽ കൂടെ, അതിനെ ഉണർത്തുന്നതിൽ കൂടെ കുട്ടികളിൽ ഓർമ്മയുടെ വലിയ മണ്ഡലം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ ഓർമ്മയാണ് കുട്ടിയുടെ ബലം. ഏറ്റവും വലിയ ബലം ഓർമ്മയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഓർമ്മയെ സൂക്ഷിക്കുന്നതാണ് ഭാഷ. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ മലയാളം ലോകത്ത് മറ്റെല്ലാ ഭാഷകളെയും പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ഭാഷയെക്കാളും തന്നെ ഒരുപാട് സമ്പത്തുള്ള ഭാഷയാണ്. സമ്പത്തില്ല എന്ന് വിചാരിക്കരുത്. എൻ്റെ ഭാഷ ഉച്ചരിക്കുന്നത്
മാനക്കേടാണ് എന്നൊരു തോന്നൽ കുട്ടിക്ക് വരരുത്. അത് കുട്ടിയെ അത്തരത്തിൽ മാനസികമായ ദൗർബല്യം ഉള്ളവനാണ്. ഞാൻ താണ വംശത്തിലുള്ളവനാണ്, ഞാൻ താണ ഭാഷക്കാരനാണ്, എൻ്റെ ഭാഷയും എൻ്റെ സംസ്കാരവും മോശമാണ് എന്നൊരു കുട്ടിക്ക് തോന്നിയാൽ അവൻ്റെ ആത്മബലം കുറയും. സ്വന്തം ഭാഷയിൽ നിവർന്നു നിന്ന് ഉച്ചരിക്കാനുള്ള ശക്തിയുള്ള ഒരു കുട്ടിക്ക് അത് അവൻ്റെ പ്രതിഭയുടെ ഏറ്റവും വലിയ സമ്പത്തായി അനുഭവപ്പെടാതിരിക്കില്ല. പ്രതിഭയെ വളർത്താൻ മാതൃഭാഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ മാതൃഭാഷോദ്യമത്തിന് എല്ലാ വിധത്തിലുമുള്ള ശ്രേയസ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നമുക്ക് ഇന്ന് മൊത്തത്തിൽ എല്ലാവർക്കും പൊതുവെ ഒരു തോന്നലുണ്ട്, എനിക്കെല്ലാം അറിയാം, എന്നെപ്പോലെ മറ്റാർക്കും എല്ലാം അറിഞ്ഞൂടാ, എന്നോളം മറ്റാർക്കും അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ അറിയാം, പിന്നെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നവരുമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലും പെട്ടവർ അധ്യാപകരായി വരാനുണ്ട്. ഇവിടെ മാതൃഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ഒത്തിരി പേര് ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന തോന്നലും അധ്യാപനത്തിന് പോകുന്നവർക്ക് പാടില്ലാത്തതാണ്. എനിക്കെല്ലാം അറിയാം എന്ന തോന്നലും കുഴപ്പമാണ്. അധ്യാപകരാകുന്നവർ സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് മലയാള ഭാഷ തോന്നുംപടി ഉപയോഗിച്ച് ഏറ്റവും വികലമാക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. തോന്നുംപടിയാണ് അത് ഉപയോഗിക്കുന്നത്. അത് എവിടെ എന്ത് ചേർക്കണം എന്ന് പലർക്കും അറിയില്ല. പഠിപ്പിക്കുന്ന ആളുകൾ കുട്ടിക്ക് തുള്ളി മരുന്ന് കൊടുക്കുന്ന പോലെ, മുലപ്പാൽ കൊടുക്കുന്നത് പോലെ ശുദ്ധമായ ഭാഷ കൂട്ടാൻ ശ്രമിക്കുമാറാവും. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല പ്രതിഭാസമ്പന്നരായ, വാത്സല്യമുള്ള, അർപ്പണബോധമുള്ള അധ്യാപകരുടെ ആവശ്യം ഉണ്ട്. ഇവിടെ പങ്കെടുക്കുന്നതിൽ, അധ്യാപകരായി വരുന്നതിൽ പലരും ഈ തൊഴിലുകാരായിരിക്കില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. കൂടുതൽ പരിശ്രമിച്ച് സ്വയം നന്നായി കുട്ടികളെ നന്നാക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴേ അവർക്കുണ്ടാകും. അവരെ ഞാൻ വാഴ്ത്തുന്നു, അവരെ നമസ്കരിക്കുന്നു. അവരുടെ കരുത്ത് കൂടുതൽ ശുദ്ധമായി കുട്ടികളിൽ മാതൃഭാഷാബോധമായി വളരട്ടെ. അതവർക്ക് ലോകഭാഷാബോധ്യം ഉണ്ടാക്കി കൊടുക്കട്ടെ. മാതൃഭാഷ പഠിച്ചാൽ മറ്റെല്ലാ ഭാഷകളും പഠിക്കാൻ എളുപ്പമാണ്. ആ വിധത്തിലാണ് നമ്മുടെ ഭാഷയുടെ ഘടന. മലയാളം പഠിച്ചാൽ മിക്കവാറും എല്ലാ ഉച്ചാരണവും കുട്ടിക്ക് കിട്ടും. മലയാളം പഠിച്ചാൽ മിക്കവാറും എല്ലാ സംഗീത വഴികളും കുട്ടികൾക്ക് കിട്ടും. മലയാളം പഠിച്ചാൽ മിക്കവാറും സ്വന്തം നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ചാറ്, സത്ത അത് കുട്ടിക്ക് കിട്ടും. അത് അവൻ്റെ ആത്മസംഗീതമായിരിക്കും. ഓരോ കുട്ടിയും നമുക്ക് ലോകത്തിന് ഉപകാരമാകുമാറ് മാതൃഭാഷയിലൂടെയും കൂടെ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള വളർച്ച, നന്മ ഈ പാഠങ്ങൾക്ക്, പഠിതാക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവ്വവിധമായ ആശംസകളും നേരുന്നു.
Streaming worldwide at KEXP.com.